ഹലോ ഗൈസ്, അസ്സാം വലൈക്കും. അപ്പം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ബർത്ത്ഡേയുടെ ഷോപ്പിംഗ് വ്ളോഗ് ആയിട്ടാണ്. ഇത്തവണ നമ്മൾ ഷോപ്പ് ചെയ്യാൻ പോകുന്ന നേരെ പട്ടാമ്പിയിലേക്കാട്ടോ. റോഡ് പണിയൊക്കെ കഴിഞ്ഞുകൊണ്ട് തന്നെ തീരെ ബ്ലോക്കില്ലായിരുന്നു. നമ്മൾ നേരെ മാക്സ് കയറി ഇസാനാണ് കേട്ടോ ഫസ്റ്റ് നമ്മൾ ഡ്രസ്സ് എടുക്കുന്നത്. ഇസാൻ ഇതേ 2-3 ഷർട്ടും കാര്യങ്ങളൊക്കെ ഇട്ട് നോക്കി, അതിലോട്ട് മാച്ച് ആയിട്ടുള്ള പാൻറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി. ഈ നോക്കുന്ന സമയത്തൊക്കെ മൂപ്പര് ജേഴ്സിയുടെ പിന്നാലെ ഓടുമായിരുന്നു കേട്ടോ. പിന്നെ അവന് ജേഴ്സിയും കാര്യങ്ങളും അതുപോലെ ടീഷർട്ടൊക്കെ എടുത്തിട്ട് നമ്മളവിടെ താഴേക്ക് ഇറങ്ങി. പിന്നെ ഞാൻ നേരെ പോയത് എനിക്ക് ടീഷർട്ട് എടുക്കാനാണ്. ഞാനിത് ഈ ഒരു പാറ്റേണിൽ വരുന്ന 2 കളേഴ്സാട്ടോ അവൈലബിൾ ആയിട്ടുള്ളത്, ബ്ലൂവും റെഡും. അപ്പോൾ എനിക്ക് ഒന്നുകൂടെ മാച്ചായി തോന്നിയത് ബ്ലൂ ആണ്. അപ്പോൾ ഞാൻ അത് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരെ പോകുന്നത് സ്റ്റുഡിയോയിലേക്കാട്ടോ. സ്റ്റുഡിയോ പോയപ്പോൾ എന്തോ പച്ചക്കിളി ആവാനാട്ടോ എനിക്ക് തോന്നിയത്. അപ്പോൾ ഞാൻ 1-2 പച്ച ടൈപ്പിലുള്ള ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് ഒരെണ്ണമാണ് കേട്ടോ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ നേരെ പോകുന്നത് കല്യാണിലേക്ക്. കല്യാണം പോയപ്പോഴാട്ടോ എനിക്ക് ബാഡായി തോന്നിയത്. കാരണം നമ്മൾ ചോദിക്കുന്ന റേറ്റിനുള്ള ഡ്രസ്സൊന്നും അവിടെ ഇല്ല, നല്ല ഹെവി റേറ്റ് ആട്ടോ വരുന്നത്. പിന്നെ ഞാൻ നേരെ സാമിയിലേക്ക് എൻ്റെ ഫേവറേറ്റ് സ്പോട്ടിലോട്ട് വന്നു. പിന്നെ ഞാനിത് ആദ്യം ഈ ഒരു ചുരിദാറാണ് കേട്ടോ നോക്കിയത്. ഇതൊരു മെറൂൺ കളറായി വരുന്നത്. പിന്നെ ഉമ്മച്ചി പറഞ്ഞു പിങ്ക് നോക്കാൻ വേണ്ടി പിങ്കിൽ 1-2-3 ഷെയ്ഡും കാര്യങ്ങളും വരുന്നൊക്കെ നോക്കി. അപ്പോൾ ഞാൻ 1-2 വേറൊക്കെ ചെയ്ത് നോക്കിയിട്ട് അവസാനം ഞാൻ ഇതിൽ ഇഷ്ടപ്പെട്ട ഒരു ഇതെടുത്തിട്ടാട്ടോ പോകുന്നത്. പിന്നെ നമ്മൾ നേരെ പോയത് സ്മോക്കി ഷവായിലേക്കാണ്. മൂപ്പര് ഫുൾ ടൈം ഫോണിൽ കളി കേട്ടോ. അത് ബോറടിച്ചപ്പോൾ ഞാൻ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു. ആ സമയത്ത് ഉമ്മാൻ്റെ മുഖത്ത് നോക്കുമ്പോൾ ഉമ്മ ഫുൾ കലിപ്പ് മൂഡ്. കാരണം ഫുഡ് ഓർഡർ ചെയ്തിട്ട് 15 മിനിറ്റായി. അപ്പോൾ അതേ ഫൈനലി ഇസാൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ബ്രോസ്റ്റ് വന്നിട്ട്. ഇസാന് പുറത്തിറങ്ങി ഏറ്റവും കൂടുതൽ പറയുന്ന സാധനം കേട്ടോ ബ്രോസ്റ്റ്. എപ്പോൾ കഴിക്കാന്ന് പറഞ്ഞാലും അവന് ബ്രോസ്റ്റ് മതി. നമ്മൾ ഷവായോ മന്തിയോ എന്ത് കഴിക്കാൻ പറഞ്ഞാലും അവൻ പറയും എനിക്ക് ബ്രോസ്റ്റ് വേണം. നമ്മളെപ്പോഴും സ്മോക്കിലെ പോലെ അവിടുത്തെ ബ്രോസ്റ്റ് അത്യാവശ്യം നല്ല ടേസ്റ്റുമാണ്, അത്യാവശ്യം പ്രൈസിന് വേർത്തുമാണ് കേട്ടോ. അപ്പം നമ്മൾ 3 നേരം കൂടി ഇത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യണമല്ലോ എന്ന് ആലോചിച്ചിട്ട് തല പുകഞ്ഞിരിക്കുകയാണ്. ഞാൻ ആദ്യം തന്നെ ചെറിയ പീസ് നാട്ടോ തുടങ്ങുന്നത്. ചെറുതും തുടങ്ങിയാലാണല്ലോ പെട്ടെന്ന് തീരുള്ളൂ. അങ്ങനെ ഇതേ നമ്മൾ ഏകദേശം ഒരു 3/4 മണിക്കൂറിൻ്റെ സാഹസത്തിനൊടവിലാണ് കേട്ടോ നമ്മൾ ഫുഡ് കഴിക്കൽ കഴിഞ്ഞ്. ഞാൻ ഈ ഫുഡ് കഴിക്കൽ കഴിഞ്ഞ് നീക്കുമ്പോൾ ഇന്ത്യ സാൻ്റെ കഴിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ വരുന്ന 17-ാം തീയതിയാണ് കേട്ടോ ഇന്ത്യ ഇസ്മോനും ബർത്ത്ഡേ വരുന്നത്. അപ്പോൾ അതിൻ്റെ വ്ളോഗും കാര്യങ്ങളൊക്കെ ഉടനെ വരുന്നതായിരിക്കും. എല്ലാവരും ഒന്ന് വാച്ച് ചെയ്യണേ. അതിനുശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കലും കാര്യമൊക്കെ കഴിഞ്ഞു. ഇനി ബാക്കി എല്ല് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് നേരെ ബില്ലും കൊടുത്ത് പുറത്തിറങ്ങിയപ്പോൾ ഇസാൻ അടുത്തൊരു പ്ലാന്, നമുക്കൊന്ന് നെസ്റ്റോലും കൂടി പോയാലോ. ഇവനിൻ്റെ പൈസ കളയുന്ന കാര്യത്തിൽ ഒരു സ്നേഹമില്ല കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞു ഇത്തവണത്തെ കോട്ട തീർന്നു മോനെ, നേരെ വീട്ടിലോട്ട് എന്ന് പറഞ്ഞ് അവനെ നൈസിൽ അവിടെ നിന്ന് പൊക്കിയെടുത്ത് വീട്ടിലേക്ക് വന്നു കേട്ടോ. അപ്പം ഞങ്ങൾ ബർത്ത്ഡേ ഷോപ്പിംഗ് വ്ളോഗ് ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. താങ്ക് യു. ഓക്കെ, ബൈ.